സാറേ വന്നാട്ടെ സാറേ. പിന്നെ ആദിത്യൻ സാറിന് ഞങ്ങളങ്ങ് കൊണ്ടുപോവുക. പ്രതിപട്ടികയിൽ ആദ്യത്തെ ആളാ. എന്നാ സാറേ നല്ല ഒരു ഉടുപ്പൊക്കെ ഇട്ടോണ്ട് വാ, നമുക്കങ്ങ് പോവാം. സാറേ, ഈ ഡ്രസ്സിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് 1 മാസമായി. സാറിപ്പോഴല്ലേ വന്നത്? പിടിക്ക്, പോകാം. പോവാം സാറേ. കേറിക്കോ. സാറേ 1 മിനിറ്റ്, ഒരു കാര്യം. എന്തെങ്കിലും മറന്നോ? ചെറിയൊരു കാര്യം. എന്താ, മരുന്ന് വല്ലതാണോ? പോയെടുത്തോണ്ടോ. എടി പന്നെ, വന്നു കേറി എന്റെ കുടുംബം നശിപ്പിച്ചു നീ. ഇപ്പൊ ഈ ചെയ്ത ഞാനല്ല, എന്റെ തന്ത, ആത്മാവ്, മരതകം പിള്ളയുടെ ആത്മാവ്. നീ അങ്ങ് വാ. വച്ചിട്ടുണ്ടടി, നീ വാ അങ്ങോട്ട്. വാ സാറേ, വാ. Hi. Yeah, I have to came here immediately. I'm in Trivandrum. Sorry, I couldn't tell you. Actually we have planned the Odisha in Mumbai. You know that we have fixed the date. But emergency, I have to came here immediately. That's what. I may be coming back tomorrow evening to you. Okay, I'll call you back. Bye-bye, take care. ഹോട്ടൽ അറിയാലോ അല്ലേ? അറിയാം മാഡം. സർ, ഞാൻ ഹോട്ടലിലേക്ക് എത്താറാവാണ്. ഓക്കെ ഓക്കെ, ശരി സർ. ഹലോ, റസിയ, ഞാൻ നിന്റെ കാര്യം ഇപ്പം ആലോചിച്ചുള്ളൂ. വിളിക്കാനായിട്ട് ഫോൺ എടുത്തതാ. നീ കാരണം എൻ്റെ ഉറക്കം പോയി. നീ ഇപ്പം എവിടെയാ? ഞാൻ KJ സാറിന്റെ വീട്ടില്. നീ സമയത്ത് ഇങ്ങനെ വിളിക്കാറില്ലല്ലോ, എന്തു പറ്റി? ഞാൻ നിന്നെ കുറേ ട്രൈ ചെയ്തതാ. ഞാൻ വിചാരിച്ചു നീ ബാങ്കോക്കിൽ പോയിന്ന്. ഞാൻ പുറത്തേക്ക് ഇറങ്ങുമായിരുന്നു. 1-2 സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. മോളിലൊന്ന് പോണം. നീ ഇപ്പം എവിടെയുള്ളത്?
ഞാൻ കാസിനോ ഹോട്ടലിലുണ്ട്. ഏത് കാസിനോ? ബാംഗ്ലൂരോ? അല്ല, നാട്ടില്. നീ നാട്ടിൽ വന്നോ? രാവിലെ എത്തി. അത് ഭയങ്കര സർപ്രൈസ് ആണല്ലോ. അതെ, നീ ഒന്ന് ഹോട്ടലിലേക്ക് വരുമോ? കൂടാറുണ്ടടി? ആ, അതൊക്കെ ഉണ്ട്. ഓ, നിന്റെ കല്യാണമാണല്ലോ അല്ലേ? ചെക്കനുണ്ടോ കൂടെ? ആ ഉണ്ട്. നീ അങ്ങ് വന്നാ മതി. ഞാൻ ഹോട്ടലിലെത്താറായി. ഞാനൊന്ന് പുറത്തു പോവാൻ ഇറങ്ങിയതാ. ഞാൻ എന്തായാലും 1 അവറിലെത്താം. ഓക്കെ, ശരി. ഓക്കേടാ, സി യു, ബൈ. ആരമുള്ള റസിയാണോ? അല്ല കുഞ്ഞമ്മ, വേറൊരു ഫ്രണ്ടാ കോട്ടയത്തുള്ളത്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ട്. ഒന്ന് കാണണമെന്ന് പറഞ്ഞു. കാസിനോ ഹോട്ടലില്. ആ, കാസിനോ. മോളെ, ആ റസി വിളിക്കുവാണെങ്കിലേ ആ ബുട്ടിക്കിന്റെ കാര്യം പറയാൻ മറക്കല്ലേ. നമുക്ക് പോകണ്ടല്ലേ അങ്ങോട്ട്? ആ കുഞ്ഞമ്മ, അവള് പുറത്തെന്തോ ആന്ന് തോന്നുന്നു. വിളിച്ചിട്ട് എടുക്കുന്നേ ഇല്ല. എന്തായാലും ഞാൻ പറയാം. ആ സാറേ, പല്ലവി ഇപ്പം ഇവിടുന്ന് തിരിക്കും. ആ ആ ശരി സാർ. മാഡം ഇനി എന്തെങ്കിലും? വേണ്ട, പറയാം. ഓക്കെ മാഡം. റസിയ, ഹൗ ആർ യു? നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഇല്ല, കഴിക്കണം. ഓക്കെ, ഹാവ് എ സിറ്റ്. പിന്നെ എവിടെ നിന്റെ ചെറുക്കൻ? എവിടെയടി? എന്താടി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും കാര്യമായ പ്രശ്നമില്ലാതെ നീ ഇങ്ങനെ ഇരിക്കില്ലല്ലോ. എന്നെ ഇരുത്തിയിരിക്കുക എവിടെ? സൈബർ പോലീസ്. സൈബർ പോലീസോ? ആരാ, രാജ്മോഹൻ സാറോ? യെസ്. ഇയാൾ അവിടെയും വന്നോ? വന്നു. 2 ദിവസം അവിടെ ഉണ്ടായിരുന്നു. റസിയ, ഞാൻ എല്ലാം അയാളോട് പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങനൊരു ഇഷ്യൂ? ഈ ക്രിസ്റ്റ എനിക്കറിയില്ല. നീ പറഞ്ഞ അറിവേ എനിക്കുള്ളൂ. പിന്നെ 1-2 ട്രെൻഡി ഡ്രസ്സ് ഡിസൈൻ ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. അത് റെഡിയാക്കിക്കോളാം നീയല്ലേ പറഞ്ഞത്. പിന്നെ ഞാനത് ഫോളോ അപ്പ് ചെയ്തുമില്ല. അങ്ങനെയാണ് ക്രിസ്റ്റിയുടെ പേര് പോലും ഞാൻ കേൾക്കുന്നത്. അല്ലാതെ ക്രിസ്റ്റിയെ എനിക്കറിയില്ല. ഞാനത് ഓഫീസറോട് പറയുകയും ചെയ്ത കാര്യാ. നീ പറയുന്നതൊക്കെ ശരിയാ. പക്ഷേ ക്രിസ്റ്റിയെ ഞാനവർക്ക് കാണിച്ചു കൊടുക്കണം. അതാ അവരുടെ ആവശ്യം. എടി, എങ്കിൽ നീ അതങ്ങ് ചെയ്താ പോരെ? നിന്റെ ഫ്രണ്ടല്ലേ, കാണിച്ചു കൊടുക്ക്. എവിടെയുള്ളതെന്ന് പറഞ്ഞു കൊടുക്ക്. അതോ നിന്റെ വുഡ് ബി വല്ലതാണോ ക്രിസ്റ്റി? എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? എടാ, പ്രശ്നമൊന്ന് പറഞ്ഞാ. മമ്മി മമ്മി എന്താ ഇവിടെ? ഓ, അപ്പൊ അതാണ് കാര്യം. ഇരിക്കേ. 3 പേര് ഇവിടെ വന്നിരിക്കടോ. റസിയ, വാ ഇവിടെ. നിങ്ങൾക്ക് 2 പേർക്കും അറിയാത്ത ചില കാര്യങ്ങൾ റസിയക്കറിയാം.
നിങ്ങൾ 3 പേർക്കും ഇടയിൽ ഒളിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊരു ചോദ്യം, ഈ ക്രിസ്റ്റിയുടെ മെയിലിലേക്ക് ഹിമ കളക്ഷൻസിൽ നിന്നും അവസാനം പോയ മെയിൽ അയച്ചിരിക്കുന്നത് പല്ലവിയ, നവംബർ 10 3:30 PM. അതെന്തിനായിരുന്നു? നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്നാണ് അയച്ചിരിക്കുന്നത്. ചോദിക്കേ, അതെന്താ ചോദിക്കേ? പറഞ്ഞ ദിവസം ഞാൻ ഓഫീസിലില്ലായിരുന്നു. കുറുപ്പേട്ടനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയ ദിവസമായിരുന്നു. അന്ന് ഫുൾ ഡേ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. അത് മനസ്സിലാക്കിയിട്ടാ പല്ലവി ഇവിടെ വന്നത്. മമ്മി, ഞാൻ വന്ന അതിനല്ല. അല്ല, തലേന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം നീ എന്നോട് ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. അന്ന് വൈകുന്നേരം സ്റ്റാഫ് വിളിച്ച് പറഞ്ഞപ്പോഴാ നീ അവിടെ വന്നിരുന്നു എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത്. സാധാരണഗതിയിൽ നീ ഷോപ്പിൽ വരുന്നത് എന്റെ വീട്ടിൽ വന്ന് എന്റെ വണ്ടി കയറിയിട്ടല്ലേ? അന്നാ പതിവ് തെറ്റിച്ചില്ലേ? മാഡം, മെസ്സേജ് അയച്ചത് ക്രിസ്റ്റിക്കാണ്. ഞാൻ പറഞ്ഞിട്ടാ മെയിൽ അയച്ചത്. അതെന്തിനായിരുന്നു? റസിയയ്ക്ക് മെയിൽ ചെയ്യാതെ പല്ലവി അയാൾക്ക് മെയിൽ ചെയ്ത് എന്തിനായിരുന്നു എന്നാ? കുറെ ബ്രാൻഡ് ന്യൂ ഡിസൈൻസ് ഇവള് തന്നെ ക്രിയേറ്റ് ചെയ്തിരുന്നു. അത് ക്രിസ്റ്റിക്ക് കൊടുക്കണം. അതിനാ മെയിൽ ചെയ്തത്. റസിയ, ക്രിസ്റ്റി അവസാനം കണ്ട എന്നാ? തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ? സർ, ഞാൻ അയാളെ കണ്ടിട്ടില്ല. എത്ര തവണ പറഞ്ഞതാ. ഇത് ഭയങ്കര തമാശയാണല്ലോ. ഒരു ഇൻവിസിബിൾ മാൻ, ദുരൂഹത. ഇതുപോലെ ഒരുത്തരം ഞങ്ങൾ പൊക്കിക്കൊണ്ടു വന്നതാ, ജസ്റ്റിൻ ഡിസൂസ. ഇതെല്ലാം കണക്റ്റഡ് കേസാ. സർ, ഈ പറഞ്ഞതിനപ്പുറം ഒന്നും എനിക്കറിയില്ല. ഞാനൊരു 100 വട്ടം പറഞ്ഞു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് സാറ് മിടുക്കനാവാൻ നോക്കുവാണെങ്കിൽ ഞങ്ങൾ അതിന് നിന്നുവരുമെന്ന് വിചാരിക്കണ്ട. ഓ, അത്രയ്ക്ക് മിടുക്കുണ്ടല്ലേ? എണിക്കടി. ക്രിസ്റ്റി എവിടാന്ന് നീ പറയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എണിക്കടി, എണിക്ക്. നീ വാടി, വാ ഇവിടെ. സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുക. ഹോട്ടൽ കാസിനോയിൽ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്, കണ്ടിട്ട് തിരിച്ചു വരാന്ന് പറഞ്ഞ് പോയതാ. അവളൊരു ബാഗ് മാത്രമേ എടുത്തിട്ടുള്ളൂ, വേറൊന്നും എടുത്തിട്ടുമില്ല. സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ കാരണം എന്തുവാ? പല്ലവി ഒന്ന് വിളിച്ചു നോക്ക്. ആ, പല്ലവി സ്വിച്ച് ഓഫ് ആണ്. പക്ഷെ എന്തോ പറയാനാന്ന് പറ. കാസിനോ ഹോട്ടലാണ് പോയെങ്കിൽ അവിടെ നിന്ന് വിളിച്ചു നോക്കിയാ പോരെ? സാറേ, അവിടെ വിളിച്ചതാ, അവളും വിളിച്ചതാ. അപ്പം വീട്ടിലേക്ക് വരും, രണ്ടുപേർക്കും എന്തോ മീറ്റിംഗ് ഉണ്ട്, അതും കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് വന്നേക്കാന്നാ പറഞ്ഞേ. പിന്നെ വിളിച്ചപ്പോൾ ചെക്കൗട്ട് ചെയ്ത് പോയെന്നാ പറഞ്ഞത്. എന്തായാലും പല്ലവി ഇങ്ങോട്ട് വരുമല്ലോ. അവളും ഇപ്പൊ സ്വിച്ച് ഓഫ് അല്ലേ? ചിലപ്പോ രണ്ടുപേരും കൂടെ സിനിമയ്ക്ക് വല്ലതും കയറിയതാണെങ്കിലോ? അങ്ങനെയാന്നേ പറയാതെ പോവോ? ഞാൻ എന്തായാലും ഹോട്ടലിലൊന്ന് പോയി അന്വേഷിക്കട്ടെ സാറേ. അതേ പറ്റൂ. പല്ലവി വരുവാണെങ്കിൽ ഒന്ന് വിളിക്ക്. ആയിക്കോട്ടെ. ആ, ഷൂട്ടിങ്ങില്ലേ? ഇല്ല, ഇന്ന് ബ്രേക്ക് പറഞ്ഞിരിക്കുക. ആ, സാറേ, ആ രാജ്മോഹൻ സാറിനെ ഒന്ന് വിളിച്ചാല്? ഞാൻ സംസാരിച്ചിരുന്നു. 2 പെൺകുട്ടികളും തൽക്കാലം അവരുടെ കസ്റ്റഡിയിലുണ്ട്. പല്ലവിയും? അത് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവർ തന്നെ. സാർ, ഈ പല്ലവിയും റസിയും അനന്തനും ഇവരെങ്ങനെ ഈ വീഡിയോ കേസിൽ കണക്റ്റഡ് ആവുന്നു? എനിക്കറിയില്ല. അതിനാണല്ലോ അവരന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ആനന്ദൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണ്ണികളിൽ എവിടെയോ ഈ റസിയുണ്ട്,
നൂർജഹാനുണ്ട്, അവർക്കിടയിൽ ഈ ക്രിസ്റ്റിയും. ഈ ക്രിസ്റ്റിയിലേക്ക് എത്തണമെങ്കിൽ പല്ലവിയും റസിയും ഉണ്ടാവണം. ഈ ക്രിസ്റ്റിയെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ കിട്ടിയ അനന്തൻ തന്നെയാണ് പ്രതിയെന്ന് തെളിയിക്കാൻ പറ്റും. ആ ഹലോ സാർ, പറഞ്ഞോട്ടെ. എന്താ, എവിടെ വെച്ച് ആണോ? ശരി സാർ. അൻവറെ, ഇയാളുടെ പടം എന്നാ കഴിയുന്നേ? ഒറ്റ ഷെഡ്യൂളാണോ? ഓ, അതൊന്നും ആയിട്ടില്ല. സ്വന്തം പ്രൊഡക്ഷനല്ലേ, പ്രശ്നങ്ങളാ. എടോ, അനന്തകൃഷ്ണൻ എന്ന ക്യാമറമാൻ്റെ മേൽവിലാസമൊക്കെ പോയി. ഇപ്പം നൂർജഹാൻ്റെ ഭർത്താവിൻ്റെ മേൽവിലാസത്തിലാണ് ജീവിക്കുന്നത്. ആ മേൽവിലാസക്കാരൻ പടത്തിൻ്റെ സംവിധായകനായ നാണക്കേടാണെന്ന് കമ്പനി. ഇപ്പം മേൽവിലാസം അതാ. സൂപ്പർ നായികയുടെ ഭർത്താവ്, മാനേജർ. അതെ അൻവറെ, തനിക്ക് ഈ പടം ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമോ? താൻ്റെ അസിസ്റ്റൻ്റായിട്ട് കുറച്ചു കാലം വർക്ക് ചെയ്തതല്ലേ. കമ്പനി വേറെ ആൾക്കാരെയൊക്കെ നോക്കുക, പക്ഷേ എനിക്കത് താല്പര്യമില്ല. ഞാനില്ലെങ്കിൽ പിന്നെ അൻവറും. താനത് ചെയ്യണം. ആലോചിക്ക്. ആര്? പന്തളം ബേബിയോ? അയാളാണോ എന്നെ ഈ വഴിയിൽ എത്തിച്ചത്? എനിക്ക് അന്നേ അറിയായിരുന്നു അവനൊക്കെ പെണ്ണ് കസിപ്പെടുന്നു. അതെ അൻവറെ, ആലോചിച്ച് പറ. ഓക്കെ 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 ഓക്കെ. എന്ത് കോലോ അനന്ത ഇത്? ഒന്നും കഴിച്ചില്ലേ? കഴിച്ചല്ലോ. കല്യാണം 2 കഴിച്ചു. ഇപ്പോ പ്രശസ്ത നടി നൂർജഹാന്റെ മാനേജർ, കാവൽക്കാരൻ. അനന്തൻ ഈ ആവശ്യമില്ലാത്ത കോംപ്ലക്സ് കൊണ്ടു നടക്കുന്നത് എന്തിനാ? അനന്തൻ എന്റെ മാനേജറാണോ? ആണോ? എടോ, തന്റെ പ്രൊഡക്ഷനിൽ ഞാൻ മാനേജരാ. തന്റെ മാനേജർ. എനിക്ക് അഭിമാനിക്കുക. ആ, അനന്തൻ കൂടുതൽ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എങ്ങനെയൊക്കെ പറയുന്നത്. തറവാട്ടി പോയിട്ട് പ്രശ്നമായോ? അവരെന്തെങ്കിലും പറഞ്ഞോ? നീ എന്തിനാ എന്നെ പറഞ്ഞു വിട്ടത്? സ്വത്തിന്റെ കാര്യം തറപ്പിച്ചു പറയാം. മരതകം പിള്ള ഉണ്ടാക്കിയ സ്വത്തിന്റെ കാര്യം. അനന്ത, അനന്തൻ അർഹതപ്പെട്ട സ്വത്തിന്റെ കാര്യമാ. അത് നശിച്ചു പോകരുതെന്ന് അനന്തന് ആഗ്രഹമില്ലേ? അനന്തനെ ഈ നിലയിൽ എത്തിച്ചത് ആ സ്ത്രീയാ. ഇനി നിങ്ങളുടെ കുടുംബസ്വത്തിന്റെ ഷെയർ കൂടി അവര് കൊണ്ടുപോണ്ടി വന്നാ? കൊണ്ടുപോട്ടെ. ഒരു സ്വത്തും കണ്ടിട്ടല്ലല്ലോ നൂർജഹാനെ നിന്നെ പണ്ട് സ്നേഹിച്ചത്. അല്ലേ? അന്ന് നിന്റെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നേ? അന്ന് അനന്തൻ കോടീശ്വര മരതകം പിള്ളയുടെ മകനായിരുന്നു. അപ്പൊ അന്ന് അത് കണ്ടിട്ടാണോ നീ എന്നെ സ്നേഹിച്ചത്? ഞാൻ നിങ്ങളുടെ സ്വത്തിനെ ഒന്നും സ്നേഹിച്ചിട്ടില്ല. സ്നേഹിച്ചത് അവളാ, ആ ആൻസി വർഗീസ്. ഒന്നുമില്ലാതെ വെറും കയ്യുമായി വന്നവൾ അനന്തനെ കൊണ്ടങ്ങ് പോയി. അത് സ്വത്ത് കണ്ടിട്ടല്ലേ? അല്ലെങ്കിൽ അല്ലെന്ന് പറ. ഇപ്പോഴും ആൻസി വർഗീസും ഈ KGS എന്ന് പറയുന്ന ആള് നിൽക്കുന്നത് അതിനു വേണ്ടി തന്നെയാ. അവരത് കൊണ്ടുപോകരുതെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അനന്ത. നെല്ല് ഇരിയോടെ. എന്റെ ഈ സ്ക്രിപ്റ്റ് ഇത് നമ്മുടെ ഈ പ്രൊഡക്ഷനിൽ ചെയ്താൽ മതി. പക്ഷെ സംവിധായകൻ ഞാനല്ലാത്ത സ്ഥിതിക്ക് നമുക്കിത് എൻ്റെ അസിസ്റ്റൻ്റായ അൻവറിനെ കൊണ്ട് ചെയ്യിക്കണം. അല്ലാതെ വേറെ ആർക്കും ഞാൻ ഈ സ്ക്രിപ്റ്റ് കൊടുക്കില്ല. അൻവർ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇത് തരാം. ഇല്ലേ വിട്ടേക്ക്. അനന്ത, ഡയറക്ടറൊക്കെ നേരത്തെ ഫിക്സ് ചെയ്തതാ. അത് കമ്മിറ്റഡ് ആണ്. അത് മാറ്റാൻ പറ്റില്ല. ഈ പറയുന്നത് മാത്രമാണെങ്കിൽ നടക്കൂ. അനന്ത, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്.
ആ, അങ്ങനെ നീ പറയുന്ന മാത്രം കേട്ടോണ്ടിരിക്കില്ലാണോ എന്റെ പടി? നീ എല്ലാ കാര്യങ്ങളും ആരോടെങ്കിലും തീരുമാനിച്ചിട്ട് എന്റെ തല വെക്കുന്നോ? അപ്പൊ ഞാനാരാ നിന്റെ? ആരാ പറ നീ? ഹ, വെറും ഭർത്താവ് ഉദ്യോഗസ്ഥനോ ആണോ? ദാ ഇങ്ങോട്ട് നോക്ക്. നിനക്ക് ആവശ്യം ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥനാണെങ്കിൽ അത് മതിയെങ്കിൽ ഞാൻ നിനക്ക് 1, 2, 3 പേരെ തരാം. ഈ പറയുന്ന സ്ക്രിപ്റ്റ് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഡയറക്റ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ അൻവർ. അനന്ത അത് നടക്കില്ല. നടക്കില്ലെങ്കിൽ വേണ്ട, വേറെ പ്രോജക്റ്റ് ആലോചിക്ക്. വിട്ടേക്ക്, വിട്ടേരെ.